PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ PSC പരീക്ഷയ്ക്കും ഒരുപാട് ഹെൽപ്പ് ആകുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും പഠിച്ചു പോകുക. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന PSCയുടെ ബേസിക് കാര്യങ്ങളാണ് സ്മാർട്ട് സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനി ബോർഡ്, LGS, 10th പ്രിലിംസ്, അതായത് സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ എന്ന പരീക്ഷയ്ക്കും അതുപോലെ മാട്രൺ ഗ്രേഡ് 1-നും ഒക്കെ ഒരുപോലെ ഹെൽപ്പ് ആകുന്ന രീതിയിൽ, VFAക്കൊക്കെ ഹെൽപ്പ് ആകുന്ന രീതിയിലായിട്ട് നമ്മൾ ഈ ഒരു വെബ്കോ LDCക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാകുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്പ് ആവുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ, കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. മാട്രൺ ഗ്രേഡ് 1ന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ മാട്രൺ ഗ്രേഡ് 1 എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. VFA, കമ്പനി ബോർഡ്, LGS, അതുപോലെ തന്നെ വെബ്കോ LDCക്ക് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് ഏതാണ്, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് അത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന പല രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഇതിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. ഇത് എപ്പോഴും PSCക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു PSC പരീക്ഷ പേപ്പർ പോലും ഇത് ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലാത്ത പരീക്ഷ പേപ്പർ ഇല്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഒന്ന് നോക്കാം. ഫസ്റ്റ്, USA നിന്ന്, അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റൽ ഇംപീച്ച്മെന്റ്. അപ്പൊ USA നിന്ന് നമ്മുടെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ ഭരണഘടനയെ കടമെടുത്തിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? മൗലിക അവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റൽ ഇംപീച്ച്മെന്റ്. ഇത്രയും കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത്. ഇനി ബ്രിട്ടനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത് നോക്കാം കേട്ടോ. ഒന്ന്, പാർലമെന്ററി ജനാധിപത്യം. എന്താണ്? പാർലമെന്ററി ജനാധിപത്യം. മറ്റൊന്ന്, സ്പീക്കർ. അതുപോലെ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. നിയമവാഴ്ച. എന്താണ്? നിയമവാഴ്ച, ഏക പൗരത്വം, റിട്ടുകൾ, പ്രധാനമന്ത്രി, ദ്വിമണ്ഡല സഭ. അപ്പൊ ബ്രിട്ടനിൽ നിന്ന് എന്തൊക്കെ കടമെടുത്തിട്ടുണ്ട്? പാർലമെന്ററി ജനാധിപത്യം, സ്പീക്കർ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, നിയമവാഴ്ച, ഏക പൗരത്വം, റിട്ടുകൾ, പ്രധാനമന്ത്രി, ദ്വിമണ്ഡല സഭ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത്. ഇനി അയർലൻഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കടമെടുത്തിരിക്കുന്നത് നോക്കിക്കേ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. പ്രസിഡന്റൽ തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അയർലൻഡിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങള്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമൊക്കെ അയർലൻഡിൽ നിന്ന് കടം കൊണ്ടവയാണ്. ഇനി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം കൊടുത്തത് രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ ഭേദഗതി. ഏതൊക്കെയാണ്? രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ ഭേദഗതി ഒക്കെ എവിടുന്ന് കടമെടുത്തിട്ടുള്ളതാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയാണ്. ദെൻ കാനഡയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ഏതൊക്കെയാ? ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ട അധികാരം തുടങ്ങിയവയ്ക്ക് എന്താണ്? കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്? ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ്? അവശിഷ്ട അധികാരം ഒക്കെ എന്താണ്? നമ്മൾ കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കേ. കൺകറന്റ് ലിസ്റ്റ്. എന്താണ്? കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റ് സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്ററി സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഒക്കെ എന്താണ്?
ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തവയാണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്തൊക്കെയാണ്? ഗവർണർ പദവി, എന്തൊക്കെയാണ്? ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തര അവസ്ഥ എന്ന ആശയം. അപ്പൊ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് കടകൊണ്ടിരിക്കുന്നവ? ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തര അവസ്ഥ എന്ന ആശയം ഒക്കെ എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് കടമെടുത്തവയാണ്. ഇനി റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവ എന്തൊക്കെയാണ്? റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകൾ. എന്തൊക്കെയാണ്? മൗലിക കടമകൾ. പഞ്ചവത്സര പദ്ധതി. എന്താണ്? പഞ്ചവത്സര പദ്ധതി. ഇനി ഫ്രാൻസിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നവ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. അപ്പൊ എന്താണ്? റഷ്യയിൽ നിന്ന് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതിയും, ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. ഇത്രയും ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഇനി ജപ്പാനിൽ നിന്നോ നിയമസ്ഥാപിതമായ വ്യവസ്ഥ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാനിൽ നിന്ന് കടം എടുത്തവയാണെന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളവ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇത് എപ്പോഴും തന്നെ PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ കുറച്ച് ബേസിക് കാര്യം, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാക അല്ലെ? ത്രിവർണ പതാകയാണ് ദേശീയ പതാക. 1947 ജൂലൈ 22-നാണ് ദേശീയ പതാക, ത്രിവർണ പതാക നിലവിൽ വരുന്നത്. ദേശീയ മുദ്ര ഏതാണ്? ദേശീയ മുദ്ര ഇപ്പൊ തന്നെ പഠിച്ചോളണം. സിംഹമുദ്ര. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം കേട്ടോ. ഏതാണ്? സിംഹമുദ്ര. ഏതാണ്? സിംഹമുദ്ര. 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയായി സിംഹമുദ്ര വരുന്നത്. ദേശീയ ഗാനം ഏതാ? ജനഗണമന അല്ലെ? ദേശീയ ഗാനം ഏതാ? ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനമായി ജനഗണമനയെ നിലവിൽ വരുന്നത്. ഇനി ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരം. ഏതാണ്? ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗാനം ജനഗണമന കേട്ടോ. അപ്പൊ ദേശീയ ഗാനം ഏതാ? ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. അപ്പൊ 1950 ജനുവരി 24-നാണ് ദേശീയ ഗീതമായി വന്ദേ മാതരം വരുന്നത്. ഇനി ദേശീയ കലണ്ടർ ഏതാ? ശകവർഷ കലണ്ടർ. ഏതാണ്? ശകവർഷ കലണ്ടർ ആണ് ദേശീയ കലണ്ടർ ആയിട്ട് വരുന്നത്. 1957 മാർച്ച് 22-നാണ് ദേശീയ കലണ്ടർ, ശകവർഷ കലണ്ടർ ആയിട്ട് അംഗീകരിക്കപ്പെടുന്നത് കേട്ടോ. ഇനി ദേശീയ പുഷ്പം. ദേശീയ പുഷ്പം ഏതാ? താമരയാണ്. താമരയാണ് നമ്മുടെ ദേശീയ പുഷ്പം. ദേശീയ മൃഗം ഏതാ? റോയൽ ബംഗാൾ കടുവ. ഏതാണ്? റോയൽ ബംഗാൾ കടുവ. 1972 നവംബറിലാണ് റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമാക്കുന്നത് കേട്ടോ. ഇനി ദേശീയ പക്ഷി. ദേശീയ പക്ഷി ഏതാ? മയിലാണ് അല്ലെ? മയിലാണ്. 1963-ലാണ് ദേശീയ പക്ഷിയായിട്ട് മയില് വരുന്നത്. ദേശീയ വൃക്ഷം പേരാൽ. ഏതാണ്? പേരാലാണ് ദേശീയ വൃക്ഷം. ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ ലിപി ദേവനാഗിരി. ഏതാണ്? ദേവനാഗിരിയാണ് നമ്മുടെ ദേശീയ ലിപി. ദേശീയ നദി ഏതാ? ഗംഗയാണ് കേട്ടോ. ഗംഗയാണ് ദേശീയ നദി. 2008 നവംബർ 4-നാണ് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിൻ ആണ് കേട്ടോ. ഗംഗാ ഡോൾഫിൻ ആണ് ദേശീയ ജലജീവി കേട്ടോ. 2009 ഒക്ടോബർ 5-നാണ് ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിക്കുന്നത്. ദേശീയ പൈതൃക മൃഗം. ദേശീയ പൈതൃക മൃഗം ഏതാ? ആനയാണ് കേട്ടോ. ആനയാണ് ദേശീയ പൈതൃക മൃഗം. 10 ഒക്ടോബറിലാണ് ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ പ്രഖ്യാപിക്കുന്നത്. ഇനി ഇന്ത്യയുടെ രൂപയുടെ ചിഹ്നം ഏതാ? റുപ്പി അല്ലെ? രൂപയുടെ ചിഹ്നമാണ് റുപ്പി കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2010 ജൂലൈ 15-നാണ് ഈ ഒരു ചിഹ്നം ഇന്ത്യയുടെ രൂപയുടെ ചിഹ്നമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കി? ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാകയാണ്. ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ കലണ്ടർ ശകവർഷം, ദേശീയ പുഷ്പം താമര, ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ, ദേശീയ പക്ഷി മയിൽ, ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ ഫലം മാങ്ങ, ദേശീയ ലിപി ദേവനാഗിരി, ദേശീയ നദി ഗംഗ, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയുടെ രൂപയുടെ ചിഹ്നം ഏതാ? റുപ്പി അല്ലെ?
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റോർ കീപ്പറിന്റെ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്വുമൺ എന്നൊരു സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അതല്ല മാട്രൺ ഗ്രേഡ് 1ന്റെ സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ടുവരും മാട്രൺ ഗ്രേഡ് 1 എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. ഇനി VFA കമ്പനി ബോർഡ് LGS ബെപ്കോയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? കമ്പനി ബോർഡ് LGS ആണെങ്കിൽ കമ്പനി ബോർഡ് LGS, ബെപ്കോ ആണെങ്കിൽ ബെപ്കോ, അതുപോലെ തന്നെ എന്താണ് VFA ആണെങ്കിൽ അങ്ങനെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യം പഠിക്കാം കേട്ടോ. നദികളിൽ അതിന്റെ ഉത്ഭവ സ്ഥാനവും അത് പതിക്കുന്നത് എവിടെയെന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കാര്യം പഠിക്കാം. അടുത്തത് നദികള്, അതിന്റെ ഉത്ഭവം, അതിന്റെ പതനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ പെരിയാർ. പെരിയാർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നേ? ശിവഗിരി മല സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് കേട്ടോ. ഇനി പെരിയാർ പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് ഈ പെരിയാർ പോയി പതിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇനി എന്താണ്? ഭാരതപ്പുഴ എവിടെയാ ഉത്ഭവിക്കുന്നേ? ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അല്ലെ. അപ്പോ ഭാരതപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ. എവിടെയാണ്? അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് എന്ന് ഓർക്കുക കേട്ടോ. ഇനി പമ്പ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പുളിച്ചിമലയിൽ എവിടെ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്? പുളിച്ചിമല ഇടുക്കിയിലെ പീരുമേട് പീഠഭൂമിയുടെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. വേമ്പനാട്ട് കായലിലാണ് പമ്പ പതിക്കുന്നത്. മറ്റൊന്ന് ചാലിയാറാണ് കേട്ടോ. ഇളമ്പലേരി കുന്നിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. എവിടെയാണ് ഇളമ്പലേരി കുന്ന്? വയനാട് ജില്ലയിലാണ് കേട്ടോ. ചാലിയാർ എവിടെയാ പതിക്കുന്നേ? അറബിക്കടലിൽ. എവിടെയാണ്? അറബിക്കടലിൽ. ഇനി ചാലക്കുടി പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നേ? ചാലക്കുടി പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാ? പെരിയാറിലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത്. ദെൻ നെയ്യാർ എവിടെയാ? അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി മഞ്ചേശ്വരം പുഴ എന്താണ്? ബാലപ്പുണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. ബാലപ്പുണി കുന്നുകൾ എവിടെയാ? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. ഉപ്പള കായലിലാണ് ഈ ഒരു നമ്മൾ മഞ്ചേശ്വരം പുഴ പോയി പതിക്കുന്നത്. ഇനി മയ്യഴിപ്പുഴ പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് എവിടെയാ? അറബിക്കടലിലാണ്. ഇനി കബനി വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെയാണ് പതിക്കുന്നത്? കാവേരി നദിയിലാണ് പതിക്കുന്നത്. ഇനി ഭവാനി, നീലഗിരിയിൽ നിന്നാണ് ഭവാനി ഉത്ഭവിക്കുന്നത്. കാവേരി നദിയിലാണ് പതിക്കുന്നത്. ഇനി പാമ്പാർ എവിടെയാ? ദേവികുളം താലൂക്കിൽ നിന്ന് പാമ്പാർ ഉത്ഭവിക്കുന്നത്. കാവേരി നദിയിലാണ് പോയി പതിക്കുന്നത് എന്നുകൂടി ഓർക്കുക കേട്ടോ. അപ്പൊ ഏറെക്കുറെ ഇതെന്താണ്? കേരളവുമായി ബന്ധപ്പെട്ട നദികളുടെ കാര്യമാണല്ലേ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ത്യൻ നദികളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നദികള് എത്രയായിട്ടുണ്ട്? ഹിമാലയ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും ഉണ്ട് അല്ലെ. കേരളത്തിലെ നദികളെ കുറിച്ചാ. അപ്പൊ ഇന്ത്യൻ നദികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പറയാതെ പോകാൻ പറ്റില്ല. ഇന്ത്യൻ നദികളിൽ എപ്പോഴും ഉത്ഭവസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ത്യൻ നദികളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് അല്ലെ. ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഒരു ക്ലൂ പറഞ്ഞു തരാം. ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്ലൂ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്ലൂ കൂടിയാണ്. ഞാൻ ഒന്നോടെ കൂടി പറയാം, ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പൊ ഈ ഹിമാലയൻ നദികൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എവിടെയാണ് പോയി പതിക്കുന്നത് എന്ന് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ഞാൻ ക്ലൂ പറഞ്ഞുതരാം. ഇങ്ങനെ ഓർത്തിരിക്കുക, സിന്ധു ചേച്ചിക്ക് നർമ്മത്തിൽ സംസാരിക്കാൻ അറിയാം, എല്ലാവരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കാനും അറിയാം. സിന്ധു ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അറബിയാണ്. എന്താണ്? സിന്ധു ചേച്ചിക്ക് നർമ്മത്തിൽ സംസാരിക്കാൻ അറിയാം, എല്ലാവരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ അറിയാം. സിന്ധു ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണ്? ഒരു അറബിയാണ്. ഈ ക്ലൂ ഇങ്ങനെയാണ് കേട്ടോ. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഒന്ന് പറയാം. സിന്ധു എന്ന നദി, നർമ്മത്തിൽ സംസാരിക്കാൻ സിന്ധു ചേച്ചിക്ക് അറിയാം. നർമ്മത്തിൽ സംസാരിക്കുക നർമ്മദ. ദെൻ എല്ലാവരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ അറിയാം. താഴ്ത്തിക്കെട്ടി സംസാരിക്കുക താപ്തി. സിന്ധു ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ്. അപ്പോ സിന്ധു, നർമ്മദ, താപ്തി എന്നീ 3 നദികൾ എന്താണ്? എവിടെയാ പതിക്കുന്നേ? അറബിക്കടലിലാ പതിക്കുന്നത്. സിന്ധു, നർമ്മദ, താപ്തി എന്ന് പറയുന്ന 3 നദികൾ അറബിക്കടലിലാണ് പതിക്കുന്നത്.
ഈ സിന്ധു, നർമ്മദ, താപ്തി ഒഴികെയുള്ള ബാക്കി എല്ലാ ഹിമാലയ ഉപദ്വീപീയ നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? അതായത് സിന്ധു ചേച്ചിക്ക് നർമ്മദയിൽ സംസാരിക്കാൻ അറിയാം, സിന്ധു ചേച്ചി സിന്ധു എന്ന നദി, നർമ്മദയിൽ സംസാരിക്കാൻ നർമ്മദ, താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ അറിയാം താപ്തി, സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്ന അറബിയാണ്. അപ്പൊ സിന്ധു എന്ന നദി, നർമ്മദ എന്ന നദി, താപ്തി എന്ന നദി, ഈ 3 നദികളും പതിക്കുന്നത് എവിടെയാ? അറബിക്കടൽ. സിന്ധു, നർമ്മദ, താപ്തി ഒഴികെ ബാക്കി എല്ലാ ഹിമാലയ ഉപദ്വീപീയ നദികളും പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇനി നമ്മള് ജലവൈദ്യുത പദ്ധതികളും നദികളും അതിന്റെ ജില്ലകളുമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് പലപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പള്ളിവാസൽ ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി മുതിരമ്പുഴയിലാണ്. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? എവിടെയാണ്? മുതിരമ്പുഴ. മുതിരമ്പുഴ എവിടെയാ? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇനി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി മുതിരമ്പുഴയിൽ തന്നെയാണ്, അതും ഇടുക്കിയിലാണ്. ഇനി കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി പന്നിയാറിലാണ്, പന്നിയാർ ഇടുക്കി ജില്ലയിലാണ്. ഇനി നേര്യമംഗലം പദ്ധതി മുതിരമ്പുഴ, അതും എവിടെ തന്നെയാണ്? ഇടുക്കി തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി മുതിരമ്പുഴ അല്ലെങ്കിൽ പെരിയാർ എന്ന് ഓർത്തിരിക്കുക. ഇനി ഇടുക്കി, അതും പെരിയാറിലാണ്, ഇടുക്കി ജില്ലയിലാണ്. ഇടമലയാർ, അതെവിടെയാ? ഇടമലയാർ പുഴയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. പെരിങ്ങോൽകുത്ത്, അതെവിടെയാ? ചാലക്കുടി പുഴയിലാട്ടോ. പെരിങ്ങോൽകുത്ത് എവിടെയാ? ചാലക്കുടി പുഴ. അതെവിടെയാണ്? തൃശ്ശൂരിലാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി കക്കാട് നദിയിലെ പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി കുറ്റ്യാടി, അത് കുറ്റ്യാടിപ്പുഴയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ എവിടെയാ? തൃശ്ശൂരിലാണ് കേട്ടോ. ഇനി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാ? പമ്പാ നദിയിൽ. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ് കേട്ടോ, പത്തനംതിട്ടയില്. ഇനി മണിയാർ ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ്, പത്തനംതിട്ടയില്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി പന്നിയാർ എന്ന് വെച്ചാൽ പെരിയാറാണ് കേട്ടോ, ഇടുക്കി ജില്ലയില്. അപ്പൊ ഏതൊക്കെയാണ് നോക്കിക്കേ? ജലവൈദ്യുത പദ്ധതി പള്ളിവാസല്, മുതിരമ്പുഴ ഇടുക്കി ജില്ലയിലെ ചെങ്കുളം, മുതിരമ്പുഴ ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ, പന്നിയാർ ഇടുക്കി, നേര്യമംഗലം, മുതിരമ്പുഴ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറ് ഇടുക്കിയിലാണ്. ഇടമലയാർ പുഴയിൽ ഇടുക്കിയിലെ. പെരിങ്ങോൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലെ തൃശ്ശൂർ ജില്ലയിൽ. കക്കാട് പുഴയിലെ പത്തനംതിട്ടയിൽ. കുറ്റ്യാടിപ്പുഴ കോഴിക്കോട്. ഷോളയാറ് ചാലക്കുടി പുഴ തൃശ്ശൂര്. ശബരിഗിരി പമ്പാ നദിയിൽ പത്തനംതിട്ട. മണിയാറ് പമ്പാ നദിയില് പത്തനംതിട്ട. പന്നിയാർ നദിയില് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇനി നമുക്ക് അന്താരാഷ്ട്ര വർഷങ്ങളെ പരിചയപ്പെടാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2004 ഏതാണ്? നെല്ലു വർഷമാണ്. ഏതാണ്? നെല്ലു വർഷം. 2009 നാരു വർഷം. 2011 വനവർഷം. 2014 കുടുംബ കൃഷി വർഷം. 2015 മണ്ണു വർഷം. 2016 പയറു വർഷം. 2023 മില്ലറ്റ് വർഷം. ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള 2015 2023 ആണ് കേട്ടോ. 2004 നെല്ലു വർഷം, 2009 നാരു വർഷം, 2011 വനവർഷം, 2014 കുടുംബ കൃഷി വർഷം, 2015 മണ്ണു വർഷം, 2016 പയറു വർഷം, 2023 മില്ലറ്റ് വർഷം. വിളയിറക്കൽ കാലവും വിളവെടുപ്പ് കാലവും പ്രധാന വിളകളുമാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഖാരിഫ് ഏത് മാസത്തിലാ? ജൂൺ മാസത്തിലാണ് വിളയിറക്കുന്നത്. വിളവെടുക്കുന്നത് നവംബർ ആദ്യ വാരമാണ് കേട്ടോ. അത് മൺസൂണിന്റെ അവസാനമാണ്. ഇനി റാബി ആണെങ്കിൽ നവംബർ മധ്യത്തിലാണ് വിളയിറക്കുന്ന കാലം. വിളവെടുപ്പ് മാർച്ചിലാണ് കേട്ടോ. ഇനി സൈദ് ആണെങ്കിൽ മാർച്ച് മാസത്തിൽ വേനലിന്റെ ആരംഭമാണ് വിളയിറക്കല്. വിളവെടുക്കുന്നത് മാർച്ചിലാണ്. അപ്പൊ ഖാരിഫ് ജൂൺ മാസത്തിലാണ് വിളയിറക്കുന്നത്. വിളവെടുക്കുന്നത് നവംബർ ആദ്യ വാരമാണ്. റാബി നവംബർ മധ്യത്തിലാണ് വിളയിറക്കുന്നത്. വിളവെടുപ്പ് മാർച്ചിലാണ്. സൈദ് വിളയിറക്കല് മാർച്ച് കാലഘട്ടത്തിലാണ്. വിളവെടുപ്പ് ജൂണിലാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇത്രയുമാണ് എന്ത്? ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഇനി റാബി വിളകളാണെങ്കിലോ ഗോതമ്പ്, പുകയില, കടുക്, പയർ വർഗ്ഗങ്ങൾ എന്നിവയാണ് റാബി വിളകളായിട്ട് വരുന്നത്. ഇനി പഴവർഗ്ഗങ്ങള്, പച്ചക്കറികളും സൈദിലാണ് വരിക. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഞാൻ ഒരു ക്ലൂ പറഞ്ഞു തരാം. ഇതിനു മുന്നേ ഒരു തവണ ഈ ക്ലൂ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെന്ന് ഓർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഈ കാർഷിക കാലങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഖാരിഫ്, റാബി, സൈദ് 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്നത്
താഴെ കൊടുത്തിരിക്കുന്ന ഖാരിഫ് വിള ഏത്? ഖാരിഫ് വിളയല്ലാത്തത്, റാബി വിള വിളയല്ലാത്തത്, സയ്യിദ് വിള വിളയല്ലാത്ത, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രധാന വിളകളാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഖാരിഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. അത് വ്യക്തിയായിട്ട് ഓർക്കുക. ഖാരിഫ് കേട്ടോ, ഖാരിഫ് നമ്മുടെ ഫ്രണ്ടാണ്. ഖാരിഫ് ഒരു ദിവസം നമ്മളെ ചോറ് തിന്നാനായിട്ട് എന്താണ് അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഖാരിഫ് നമ്മുടെ ഫ്രണ്ടാണ്. ഖാരിഫ് എന്ത് ചെയ്തു? ഒരു ദിവസം ചോറുണ്ണാൻ അവന്റെ വീട്ടിലേക്ക്, ചോറ് തിന്നാൻ അവന്റെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു. നമ്മൾ പതുക്കെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ ഒരു ചണച്ചാക്ക് എടുത്ത് നിലത്ത് വിരിച്ചിട്ട് നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് ഊണ് കഴിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് അവൻ നൽകി. അപ്പൊ മനസ്സിലായോ? എന്താണ്? ഖാരിഫ് നമ്മുടെ ഫ്രണ്ടാണ്. ഖാരിഫ് ഒരു ദിവസം ചോറ് തിന്നാൻ അവന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. നമ്മൾ പതുക്കെ അവിടെ ചെല്ലുന്നു. അപ്പൊ ചെന്നപ്പോ അവൻ വാ കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു ചണച്ചാക്ക് എടുത്ത് നിലത്ത് വിരിക്കുന്നു. നമ്മൾ ആ ചണച്ചാക്കിൽ ഇരിക്കുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കണേക്കാളും മുമ്പ്, അല്ലെങ്കിൽ ചോറ് കഴിക്കണേക്കാളും മുമ്പ് അവൻ നമുക്കൊരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് തന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് കണക്ട് ആയി വരുന്നത് നോക്കിക്കേ. ഖാരിഫ് നമ്മുടെ ഫ്രണ്ട്. അപ്പൊ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഖാരിഫിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഖാരിഫിന്റെ കാർഷിക കാലങ്ങൾ നോക്കുമ്പോൾ അവൻ നമ്മളെ ചോറ് കഴിക്കാനായിട്ട്, ചോറ് തിന്നാൻ വിളിച്ചു. അപ്പൊ ചോറ് തിന്നാൻ, ചോറ്, ചോളം, ഓക്കെ, തിന്നാൻ, തിനവിളകൾ. അപ്പൊ ചോറ് എന്തും കൊണ്ടാണ് ഉണ്ടാക്കുന്നേ? നെല്ല് നിന്നാണല്ലേ നമ്മൾ ചോറ്, അരി ഉണ്ടാക്കി അത് നമ്മൾ വേവിച്ചാണ് ചോറാകുന്നത് അല്ലെ? അപ്പൊ നെല്ല്, ചോറ് തിന്നാൻ. അപ്പൊ ഈ ഒരു ചോറെന്ന് പറഞ്ഞ എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? നെല്ലാണ് ചോറായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ പതുക്കെ അവിടെ ചെന്നു. പതുക്കെ, പരുത്തി എന്ന് ഓർക്കട്ടെ. പതുക്കെ പാ വെച്ച് കണക്ട് ചെയ്താൽ പതുക്കെ പരുത്തി. അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താ, അവൻ കണ്ടു കഴിഞ്ഞപ്പോ അകത്തേക്ക് വിളിച്ചു. നിലത്ത് ഒരു ചണച്ചാക്ക് വിരിച്ചു. നിലത്ത് നിലക്കടല, ചണച്ചാക്ക് ചണം. പിന്നെ അവൻ എന്ത് കുടിക്കാൻ തന്നു? കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ തന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു കോട്ടിൽ നിന്ന് കിട്ടിയില്ലേ? ഇനി നിങ്ങൾ അടുത്ത് ഓർത്തിരിക്കേണ്ടത്, സയ്യിദ് എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ് സയ്യിദിൽ വരിക. സയ്യിദിൽ എന്ത് വരും? പഴങ്ങളും പച്ചക്കറികളും മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മുടെ ഈ കോട്ടിൽ ഇല്ലാത്തതും സയ്യിദ് പഴങ്ങളും പച്ചക്കറികളും വരാത്ത ബാക്കി ഏതെല്ലാം വരുന്നുണ്ടോ അതെല്ലാം എവിടെ വരും? റാബിയിൽ വരും എന്ന് ഓർക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒന്നോടെ കൂടി പറയാം. ഖാരിഫ് നമ്മുടെ ഫ്രണ്ടാണ്. ഖാരിഫ് അവന്റെ വീട്ടിലേക്ക് ചോറ് തിന്നാൻ നമ്മളെ ക്ഷണിക്കുന്നു. നമ്മൾ പതുക്കെ അവിടെ ചെല്ലുന്നു. നമ്മളെ കണ്ടപ്പോൾ അവൻ അകത്ത് വിളിക്കുന്നു. ചണച്ചാക്ക് എടുത്ത് നിലത്ത് വിരിക്കുന്നു. നമ്മൾ അവിടെ ഇരിക്കുന്നു. ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് നൽകുന്നു. അപ്പൊ ഖാരിഫ് നമ്മുടെ ഫ്രണ്ട്. ഖാരിഫ് ചോറ് തിന്നാൻ, എന്താണ്, ചോളം തിന്നാൻ, തിനവിളകള്. ചോറ് എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നെല്ല് നമ്മൾ പതുക്കെ അവിടെ ചെന്ന് പരുത്തി. അപ്പൊ ചണച്ചാക്ക് എടുത്ത് എന്താണ് ചണച്ചാക്ക് നിലത്ത് വിരിക്കുന്നു. നമ്മൾ അവിടെ ഇരുന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ പിന്നെ പഴങ്ങളും പച്ചക്കറികളും എന്താണ്? സയ്യിദാണ് നമ്മൾ പഠിച്ചു അല്ലെ? പഴങ്ങളും പച്ചക്കറികളും മോളിൽ പറഞ്ഞ കോട്ടിൽപ്പെടാത്ത കാര്യങ്ങളെല്ലാം എവിടെ വരും? റാബിയിലും വരുമെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ നമ്മൾ സ്മാർട്ട് സ്റ്റഡി പ്ലാനിൽ എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, മാട്രിൻ ഗ്രേഡ് 1, VFA, കമ്പനി ബോർഡ്, LGS, അതുപോലെ തന്നെ വെബ്കോ, LDCക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.